തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സമാധിയായി എന്ന് കുടുംബം പറയുന്ന ഗോപന്റെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്തു. രാവിലെയാണ് സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നെഞ്ചുവരെ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും നിറച്ചിരുന്നു. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, നീണ്ട വിവാദങ്ങളും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ രാവിലെ കല്ലറ തുറക്കുന്നു, ഗോപന്റെ മൃതദേഹം കണ്ടെത്തുന്നു, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയാകുന്നു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വരാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിന് രാവിലെ നാട് ഉണരുന്നതിന് മുമ്പ് തന്നെ ബാലചന്ദ്രൻ ഗോപൻ സ്വാമിയുടെ വീടിന് സമീപത്തായി പോലീസ് നിലയുറപ്പിച്ചിരുന്നു. നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഷാജിയുടെയും നെടുമങ്ങാട് ഡിവൈഎസ്പി അരുണിന്റെയും നേതൃത്വത്തിൽ 200-ലധികം വരുന്ന പോലീസുകാർ വലയം തീർത്തിരുന്നു. സമാധി സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്കും മറ്റ് നാട്ടുകാർക്കും പ്രവേശനമില്ലായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് തീർച്ചയായിട്ടും സമാധി സ്ഥലം പൊളിക്കുവാനും നടപടി തുടങ്ങുകയും അതിനുശേഷം ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തിന്റെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് ഇന്നലെ മുതൽ ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള ഈ പോലീസ് മേധാവി ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ മാറ്റം വരികയായിരുന്നു. വിശദമായ ഒരു അന്വേഷണം വേണം, അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു നിലപാടിലാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കുന്ന ഒരു ഘട്ടമെത്തുകയാണ്. ഇതിൽ സ്വാഭാവിക മരണം എന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വരുന്നതായിട്ടുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആതിര, ഈ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും, മൃതദേഹം ഏറ്റെടുക്കുമെന്ന് കുടുംബം പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇനിയുള്ള ചടങ്ങുകളൊക്കെ എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കുടുംബം പുറത്തുവിടുന്നുണ്ടോ? തീർച്ചയായിട്ടും കുടുംബം വലിയ രീതിയിൽ പ്രതികരിക്കാൻ ഇപ്പോൾ വന്നിട്ടില്ല. സമീപത്തെ നാട്ടുകാർ മാത്രമാണ് രാവിലെ മുതൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തുടങ്ങിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ല, പരിശോധന റിപ്പോർട്ട് പുറത്തു വരുന്നത് കൂടി ഇതിനൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആദ്യം തുടക്കത്തിൽ സമാധി സ്ഥലം പൊളിക്കാൻ വന്ന സമയത്ത് ഈ കുടുംബം ആരോപിച്ചിരുന്നത് പറയുന്ന രാജസേനൻ ഉൾപ്പെടെയുള്ള മൂത്ത മകൻ സനന്ദൻ ഉൾപ്പെടെ പറഞ്ഞതായിരുന്നു, ഇത്തരത്തിൽ ഈ മൃതദേഹത്തെ അല്ലെങ്കിൽ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹത്തിനായി പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ശരീരം തിരിച്ചു വാങ്ങില്ല, ഞങ്ങളുടെ ആചാരം അവിടെ നശിക്കുകയാണെന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എത്തരത്തിലാണ് അവരുടെ പ്രതികരണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇനി വരും സമയങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് വന്ന് ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇനി ഉള്ള സാഹചര്യം എന്നാണ് പറയുന്നത്. കുടുംബത്തിലുള്ളവർ പ്രതികരിക്കാൻ തുടങ്ങും എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. ഇനിയാണ് ആ കുടുംബത്തിലോട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അതിൽ പറയുന്നത് പോലെ ഈ മൃതദേഹം തിരിച്ച് ഏറ്റുവാങ്ങുമോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വലിയ പോലീസ് സന്നാഹത്തിലായിരുന്നു രാവിലെ കല്ലറ തുറന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാടകീയമായിട്ടുള്ള രംഗങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഹൈന്ദവ സംഘടനയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലായിരുന്നു. ഇന്നും വലിയൊരു പോലീസ് സുരക്ഷയിൽ തന്നെയായിരുന്നു കല്ലറ തുറന്നതടക്കമുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ദിവസം രാവിലെ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പതിച്ചിരിക്കുന്നു. പോസ്റ്റർ വഴിയാണ് ജനങ്ങൾക്ക് ഇത്തരത്തിൽ അറിയുന്നത് ഇവിടെ ഇത്തരത്തിലൊരു സമാധി നടന്നു എന്നും. എന്നാൽ ഈ നാട്ടുകാർ ആദ്യമേ ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് സമാധിയായ ഈ ഗോപൻ സ്വാമി തീർച്ചയായിട്ടും കിടപ്പിലായിരുന്ന ഈ സ്വാമി എങ്ങനെയാണ് നടന്ന് ഈ സമാധിയാകുന്നു, സമാധി സ്ഥലത്ത് ഈ പീഠത്തിൽ പോയി ഇരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യം മുതൽ ഈ നാട്ടുകാർ ഉന്നയിച്ച ആരോപണം. ആ ആരോപണത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പോലീസ് സംവിധാനം വലിയൊരു പരിശോധന അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി രംഗത്തെത്തിയത്. ഈ അന്വേഷണം നടക്കുന്ന സമയത്താണ് കുടുംബം പറയുന്നത് അവരുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു, 5 വർഷം മുന്നേ അച്ഛൻ സ്ഥാപിച്ച ഈ പീഠത്തിലാണ് അച്ഛൻ സമാധിക്കായി വന്നിരുന്നതെന്നും അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഇത്തരത്തിൽ പുറത്തു പറയാൻ പാടില്ല, സമാധിയുടെ ആചാര ക്രമീകരണം അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നാട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അച്ഛൻ പറഞ്ഞ കാര്യമാണ്. അച്ഛന്റെ ആഗ്രഹമാണ് മക്കളായ ഞങ്ങൾ സഫലമാക്കി എന്നുള്ള രീതിയിൽ ആദ്യം അവർ ഉറച്ചു നിന്നു. സ്വാഭാവികമായിട്ടുള്ള മരണം തന്നെയാണെന്ന് സമാധി മരണമാണ് കൃത്യമായിട്ട് അവർ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ആ വിശദമായ മക്കളുടെയും അല്ല ഗോപൻ സ്വാമിയുടെയും കുടുംബത്തിന്റെയും വാക്കുകൾ കേൾക്കാൻ ആ സമയം പോലീസ് തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് ഹൈന്ദവ സംഘടനയും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കൾ അവിടെ എത്തുകയും അവരുടെ ഭാഗം കൂടി കേൾക്കണമെന്ന്
നിലയുറപ്പിച്ച് അവിടെ ഒരു പ്രതിഷേധം ഉയർന്നത്. ആ സമയവും അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന മറ്റ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പൊളിക്കുവാനുള്ള സംവിധാനം അവിടെ അവസാനിപ്പിക്കുകയും ഈ കുടുംബത്തിന്റെ വാദം കൂടി കേൾക്കാമെന്ന നിലപാടിലെത്തുകയായിരുന്നു. തുടർന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. ഈ പറയുന്ന ഹൈന്ദവ സംഘടനയിലെ ആൾക്കാരും കുടുംബത്തിലെ മക്കളായ സനന്ദനും രാമസേനയും മറ്റുള്ള ജില്ലാ ഭരണകൂടവും പോലീസും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിലാണ് കൃത്യമായി നോട്ടീസ് സംവിധാനം കൊടുത്തുകൊണ്ട് നിയമ സംവിധാനങ്ങളോട് കൂടെ ഈ പറയുന്ന സമാധി പൊളിക്കൽ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് പറയുകയും കുടുംബക്കാരെ പറയുകയും വീണ്ടും മൊഴികളിൽ ആദ്യമേ തന്നെ പോലീസിന് നൽകിയ മൊഴികളിൽ ഈ രാജസേനന്റെയും സനന്ദന്റെയും മൊഴികളിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടായിരുന്നു. ഇതാണ് പോലീസിനെ കൂടുതലായിട്ട് ഈ കേസന്വേഷണത്തിൽ ഇത്രയും സംഭവമായി പൊളിക്കണമെന്ന് ഉറപ്പിച്ചത്. ഒടുവിൽ രണ്ടുപേരുടെ മൊഴിയിൽ വ്യത്യാസമുണ്ടെന്ന് ഭരണകൂടത്തിന് മുന്നിൽ വെച്ച് പോലീസ് ആവശ്യപ്പെടുകയും അവിടെ വെച്ച് വീണ്ടും ഇവരുടെ മൊഴിയെടുക്കുകയും ആ മൊഴിയാണ് അവസാന മൊഴി ഏറ്റെടുത്തത്. കൃത്യമായിട്ട് അതിന്മേലുള്ള അന്വേഷണമാണ് തുടർന്ന് നടന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയും സബ് കളക്ടറായിട്ടുള്ള വന്ന് നേരിട്ട് തന്നെ കുടുംബവുമായി സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് അവരെ ധരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു സമാധി പൊളിക്കുവാൻ ഇന്ന് രാവിലെ തന്നെ ഈ പോലീസ് സംവിധാനം എത്തിയത്. 200-ലധികം വരുന്ന പോലീസുകാർ ഈ പറയുന്ന സമാധി സ്ഥലത്തും വീടിന് സമീപത്തുമായിട്ട് നിലയുറപ്പിച്ചു. മാധ്യമ പ്രവർത്തകരെയും സമീപത്തെ നാട്ടുകാരെയും ആരെയും അകത്ത് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു വലയം തീർത്തിട്ടായിരുന്നു ഇത്തരത്തിൽ രാവിലെ നടന്ന ഈ സമാധി പൊളിക്കലുമായി ബന്ധപ്പെട്ടത്. ആതിര. പ്രദീപ് തുടരുക. ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. സ്വാഭാവിക മരണമെന്നാണ് പ്രാഥമിക നിഗമനമുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നുള്ള ഒരു വിവരം മാത്രമാണ്. പ്രാഥമിക ഒരു നിരീക്ഷണത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതായത് നെയ്യാറ്റിൻകരയിൽ ഈ ഗോപന്റെ മരണം സ്വാഭാവിക മരണം തന്നെ എന്നുള്ള പ്രാഥമിക നിഗമനമാണ്. അതായത് പരിശോധനയിൽ നിന്ന് വ്യക്തമായതാണ്. മരണശേഷം കല്ലറയിൽ ഇരുത്തി മൂടിയതാകാം എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ശാസ്ത്രീയ പരിശോധന ഫലത്തിൽ മാത്രമാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. അതായത് ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഇനി വരുന്ന ഒരാഴ്ച സമയം എങ്കിലും എടുക്കും. ഏകദേശം മിനിമം ഒരു കുറഞ്ഞത് ഒരു 4-5 ദിവസം കൊണ്ട് തന്നെയാണ് ഈ ഫലം വരികയുള്ളൂ. എന്നാൽ ഈ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ പോസ്റ്റ്മോർട്ടത്തിലെ ഒരു പരിശോധനയിൽ വ്യക്തമായത് പ്രാഥമിക നിഗമനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സ്വാഭാവിക മരണമെന്നാണ്. അതായത് ഈ കല്ലറയിൽ നിന്ന് കണ്ടെടുത്ത ഈ സുഗന്ധദ്രവ്യങ്ങൾ അടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല, മറ്റ് വിഷം പോലെയുള്ള ഒന്നും ഉള്ളിലേക്ക് പോയിട്ടില്ല എന്നുള്ള നിഗമനമാണ്. അതായത് പ്രാഥമികമായി തന്നെ ഈ ശരീരത്തെ ഒരു പരിശോധന നടത്തി വരുമ്പോൾ ഈ വിഷം ഉള്ളിൽ പോയി മരിച്ചതാകാമെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടെങ്കിലോ കണ്ടെത്താനായി സാധിക്കും. അതൊന്നും ഇവിടെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മരണം സ്വാഭാവിക മരണം എന്നുള്ള നിഗമനത്തിൽ തന്നെ എത്തുന്നത്. ഏതായാലും ഈ കല്ലറയിൽ കൊണ്ടിരുത്തിയതിനു ശേഷം ആയിരിക്കില്ല മരണം ഉണ്ടായത് എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ്. അതുകൊണ്ട് മരണശേഷം കല്ലറയിൽ ഇരുത്തി മൂടിയതാകാം എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഇനി വരാനുണ്ട്. അവയവങ്ങളുടെ പരിശോധനാ ഫലം ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും വരുന്നത്. അതിനുശേഷമാണ് പൂർണ്ണമായി ഇതിനൊരു ഉറപ്പുണ്ടാവുക. ഏതായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം ഉടൻ തന്നെ കുടുംബത്തിന് വിട്ടു നൽകാനാണ് തീരുമാനം. അതിര. വിഷ്ണു, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? കുടുംബം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ മൂത്ത മകൻ സനന്ദൻ മാത്രമാണ് ഇപ്പോൾ ആശുപത്രി പരിസരത്ത് ഉണ്ടാകുന്നത്. ഏതായാലും ബാക്കി അത് പോലീസ് വാഹനത്തിൽ ആദ്യം കയറാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വാർഡ് കൗൺസിലർ അടക്കം അവിടെ എത്തി കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെയാണ് പോലീസ് വാഹനത്തിൽ കയറി അവിടേക്ക് എത്തിയത്. മറ്റ് വീട്ടിലെ കുടുംബാംഗങ്ങൾ, അതായത് സ്ത്രീകളടക്കമുള്ളവരും ഇളയ മകനും അവിടെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അവിടെ പോലീസുണ്ട്. പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. മറ്റ് പ്രതിഷേധങ്ങളൊന്നും സ്ഥലത്തില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ കല്ലറ പൊളിച്ചത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നത് കുടുംബം വീട്ടിൽ തന്നെ തുടരുകയാണ് എന്നാണ് വ്യക്തമാക്കി പറയാൻ സാധിക്കുന്നത്. ഏതായാലും മൃതദേഹം വിട്ടു നൽകിയാൽ വീട്ടുകാർ സ്വാഭാവികമായി അത് വീട്ടുകാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങനെ ഉണ്ടായാൽ മൃതദേഹം തിരിച്ചെടുക്കില്ല എന്നുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. മൃതദേഹം വിട്ടു നൽകിയാൽ തിരിച്ചെടുക്കാം. കൃത്യമായി സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും വളരെ വൈകാതെ തന്നെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും.
കൃത്യമായ ഒരു പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. DNA സാമ്പിളുകൾ അടക്കം പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ഏതായാലും ഈ മൃതദേഹത്തിന് ഈ വീട്ടുകാർ പറയുന്ന അത്രയും കാലപ്പഴക്കം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് മുൻകൂട്ടി നേരത്തെ മരിച്ചതോ അല്ലെങ്കിൽ ഇത് കരുതിക്കൂട്ടി തയ്യാറാക്കി മൃതദേഹം മറവ് ചെയ്തതോ ആകാമെന്നുള്ള സംശയം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കാരണം ഈ വീട്ടുകാർ മൊഴി നൽകിയതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അതേ ദിവസത്തെ പഴക്കം തന്നെയാണ് മൃതദേഹത്തിന് എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് മാത്രമല്ല മറ്റു പരിശോധനകൾ നോക്കി വന്നപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരീരത്തിൽ മുറിവുകളോ ക്ഷതപ്പാടുകളോ ഒന്നും പ്രത്യേകിച്ചില്ല. അതോടൊപ്പം തന്നെ വിഷമുള്ളിൽ ചെന്നതായുള്ള ഒരു പ്രാഥമിക നിരീക്ഷണത്തിലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവിക മരണം എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. കുടുംബത്തിന് മൃതദേഹം വളരെ വൈകാതെ തന്നെ വിട്ടു നൽകാനാണ് തീരുമാനം. ശരി വിഷ്ണു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സമാധിയായി എന്ന് കുടുംബം പറയുന്ന ഗോപന്റെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്തു. രാവിലെയാണ് സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമുള്ളത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിരിക്കുന്നു. സ്വാഭാവിക മരണമെന്നാണ് പ്രാഥമിക നിഗമനമുള്ളത്. ശാസ്ത്രീയമായിട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.